ചില വഴികൾ all your ways നമ്മൾ എടുക്കുന്ന എല്ലാ വഴികളും acknowledge him and he shall direct your path. Amen. Hallelujah. He shall direct your path. അതായത് യഥാർത്ഥ ഒരു ഡിസൈപ്പിളിന്റെ എന്റെ എല്ലാ വഴികളും ഞാൻ ആരെയാണ് അക്നോളജ് ചെയ്തത്? ചില വഴികളല്ല, ചില കാര്യങ്ങളല്ല, പക്ഷെ എല്ലാ വഴികളും ഞാൻ ആരാണ്? Thank you, Master Lord Jesus, Lord. We praise you, Lord. God, we acknowledge this morning, Lord. Oh Lord, in everything, Lord, help us, Lord, to trust you. എല്ലാവർക്കും കർത്താവേ അങ്ങനെയും ആശ്രയിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ മാത്രമല്ല കർത്താവേ, ഓരോ ചെറിയ കാര്യങ്ങൾ കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾ പോകുന്ന ഓരോ കാര്യം കർത്താവേ അങ്ങനെയും ആശ്രയിക്കാൻ കർത്താവേ. Thank you, Master Lord. We praise you, we give you glory, Lord Jesus, Lord. Thank you, Master Lord. I pray this in Jesus' name, Lord. Daniel പുസ്തകം 6-ാം അധ്യായം, Daniel chapter 6 verses 11 and 12. അപ്പോൾ ആ പുരുഷന്മാർ ദാനിയേലിന്റെ ദൈവത്തിൽ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കാണും. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജ്യങ്ങളുടെ നിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്നത് ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതി വെച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദ പ്രവാസികൾ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെ ആകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ സിംഹത്തിന്റെ ഗുഹ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന രാജാവ് അധികാരം എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹങ്ങളുടെ ഗുഹയിലെ ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവന് ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കും. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ് അടച്ചു കളഞ്ഞു. ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദാനിയേൽ എന്തോ രാജാവിനോട് പറഞ്ഞത് അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണ്? ദാനിയേൽ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ദാനിയേൽ അവിടെ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. ദാനിയേൽ അവിടെ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലോൺലി ഒരു സിറ്റുവേഷൻ ആണ്, ഒരു ഇരുട്ടിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ ഇരിക്കുമ്പോൾ രാജാവ് വന്ന് ചോദിക്കുമ്പോൾ ദാനിയേൽ അവിടെ ജീവിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. അങ്ങനെ ദാനിയേൽ പറയുന്നത് വായിച്ചു, അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവന്, രാജാവേ, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് നിർമ്മിച്ചു. അവൻ കുറ്റമില്ലാത്തവൻ. എല്ലാവരും പറയാം, ഞാൻ കുറ്റമില്ലാത്തവൻ. I am innocent. എന്താണ് നമുക്ക് ഈ മടി? ആരാണ് നമ്മൾ എപ്പോഴും പറയുന്നത്? യേശു ക്രിസ്തു ഇവിടെ. പിന്നെ why are we so shy shouting? നമുക്കൊന്ന് ഉറക്കെ പറയാം. Hallelujah. Hallelujah. Let's
അവരുടെ അസ്ഥികളൊക്കെ തകർത്തി. രണ്ടാമത്തെ വാക്യം പറഞ്ഞത്, and the king gave a command and they brought those men who had accused Daniel and cast them in the den of lions. സിംഹക്കൂട്ടില്. Amen. And the children and the wives and the lions. ഏത് സിംഹങ്ങൾ? അതേ സിംഹങ്ങൾ. ദാനിയേലിന്റെ അതേ സിംഹങ്ങൾ സിംഹത്തിന്റെ കൂട്ടിലാണ്. അതേ കൂട്ടിലാണ്, അതേ സിംഹങ്ങളാണ്. Amen. It is the same lion. And the lions overpowered them and broke them all their bones in pieces before they came to the mountain. Before, എന്നാൽ ദാനിയേൽ ദാരിയോഷിന്റെ ആഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ ആഴ്ചയിലും ശുഭപ്പെട്ടു. സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയിലെ അടിയിൽ എത്തും മുമ്പേ അപ്പൊ ദാനിയേലിന്റെ എവിടെയായിരുന്നു? ഏറ്റവും ബോട്ടം വരുന്ന അവസ്ഥ. പക്ഷെ മറ്റൊന്നും ആ ബോട്ടം വരെ എത്താൻ ബോട്ടം. ഏത് കൂട്ടില്? അതേ ദാനിയേലിന്റെ അതേ കൂടെ സെയിം ജൻ. അതേ സിംഹങ്ങള് സെയിം ലൈൻ. പക്ഷെ ദാനിയേലിന്റെ ഏറ്റവും അടിത്തട്ടിലെത്തു. ഇവർക്ക് അടിത്തട്ടിൽ പോലും എത്താൻ സാധിച്ചില്ല. Hallelujah. Thank you, Lord. ഇന്ന് പകൽക്കാലം നമുക്ക് ഈ വാക്കുകളൊന്ന് concentrate on these verses. Amen. Hallelujah. നമുക്കറിയാം, hallelujah, നമുക്കറിയാം ദൈവം നോക്കുന്നതാണ് ഈ അവസാനത്തെ നാളുകളിൽ, in the last days, നമുക്ക് എല്ലാവർക്കും അറിയാം, we are living in the last days. നമ്മൾ അവസാനത്തെ നാളുകളിൽ ജീവിക്കണം. പക്ഷെ ദൈവം ഇന്ന് പകൽക്കാലം നോക്കുന്നത് അതുപോലെ ദാനിയേലിലാണ് നോക്കുന്നത്. God is looking for a Daniel in you and me. Amen. Hallelujah. Hallelujah. Thank you, Lord Jesus, the Lord. We praise you, give you glory, Lord Jesus, the Lord. Thank you, Master, Lord Jesus, the Lord. Hallelujah. Hallelujah. Thank you, Lord. Hallelujah. നമ്മൾ ദാനിയേലിനെ നോക്കുകയാണെങ്കിൽ ഒന്ന് அந்த ബാക്ക്ഡ്രോപ്പ് ഒന്ന് മനസ്സിലാക്കിയിട്ട് அந்த പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിട്ട് Hallelujah. ദാനിയേലിനെ നോക്കുകയാണെങ്കിൽ ദാനിയേൽ ഒരു മേജർ പ്രോഫറ്റ് ആണ്. Amen. Daniel was a major prophet. Amen. Hallelujah. ദാനിയേലിന്റെ പല പ്രവചനങ്ങളെല്ലാം Amen. Hallelujah. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം അന്ത്യകാലത്തെ എല്ലാം അതുപോലെ തന്നെ എല്ലാ ലാസ്റ്റ് ഡേയ്സ് ദാനിയേലിന്റെ ഓരോ പ്രൊഫസീസും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ it is coming to the truth. Amen. Hallelujah. Daniel ഒരു മേജർ പ്രോഫറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ദാനിയേൽ ആ പ്രൊഫസി ഒക്കെ എവിടുന്നാണ് തുറന്നത്? ദാനിയേൽ he started prophesying എവിടുന്നാണ്? ആ സിംഹക്കൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കുന്നത് ദാനിയേലിന്റെ ആ പ്രൊഫസീസ് ഒക്കെ വരുന്നത്. Amen. Hallelujah. ദൈവം കാണിച്ചു കൊടുത്തത് ഓരോ കാര്യം കാണിച്ചു കൊടുത്തത് Amen. Hallelujah. അത് എവിടുന്നായിരുന്നു വന്ന് തുടങ്ങിയത്? I started after the death. ആ സിംഹക്കൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് Amen. Hallelujah. നമ്മൾ എല്ലാവരും ഒരു സിംഹക്കൂട്ടിൽ പോകുന്ന ഒരു അവസ്ഥകളുണ്ട്. We all go through that den of lions. Amen. Hallelujah. പക്ഷെ അതിനൊരു purpose ഉണ്ട്, അതിനൊരു പദ്ധതിയുണ്ട്. ദൈവം നോക്കുന്നത് നിങ്ങളും എങ്കിലും ആ ഒരു ദാനിയേലിനെയാണ് നോക്കുന്നത്. Amen. Hallelujah. ആ അടിത്തട്ടിലിരിക്കുമ്പോൾ when we sit at the bottom of the den, ആ bottom of the den നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല. Amen. Hallelujah. പക്ഷെ അവിടുന്ന് വന്നിട്ട് Amen. Hallelujah. ഈ അന്ത്യനാളിലിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും പോകുന്ന അവസ്ഥകൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അവസ്ഥയിലൂടെ എല്ലാം പോകുമ്പോൾ അവിടെ ദൈവം നോക്കുന്നതിലൂടെ നിങ്ങളും ഞാൻ എന്നിലും ഒരു ഡാനിയേലിനെയാണ് നോക്കുന്നത്, ഒരു ഡാനിയേലിനെയാണ് നോക്കുന്നത്. Amen. Hallelujah. ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ Amen. Hallelujah. നമ്മൾ ചിലർ ആ ഒരു അടിത്തട്ടിൽ പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉള്ളത്. ആ ഒരു സിംഹക്കൂട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക്. Amen. Hallelujah. Thank you, Master, Lord Jesus. We praise you, Lord. But God is looking at a Daniel. Amen. Hallelujah. ദൈവം നോക്കുന്ന ഒരു ദാനിയേലിനെയാണ്. നമുക്കറിയാം ഇവിടെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ നമുക്ക് ഇസ്രായേൽ മക്കള് the Israelites were all അവരെല്ലാം യഹോവയെ സേവിച്ച ഒരു ജനമാണ്. They
judge. ദൈവം എൻ്റെ He is my judge. ന്യായാധിപൻ. Amen. God is my യഹോവ എൻ്റെ ന്യായാധിപൻ. Amen. Hallelujah. പക്ഷേ ഡാനിയേൽ ആ ഗുഹയിൽ ഇരിക്കുമ്പോൾ എന്താണ് അവിടെ ഇരിക്കുമ്പോൾ ഒരു റെവലേഷൻ, ഒരു വെളിപ്പാട് നമുക്ക് നമ്മൾ നോക്കുന്നുണ്ട്. ആ ഗുഹയിൽ എന്താണ് സംഭവിച്ചത്? What happened in the den of lions? ആ സിംഹക്കൂട്ടിൽ എന്തോ സംഭവിച്ചത്? നമ്മൾ ഈ സിംഹക്കൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും സിംഹക്കൂട്ടിൽ പോയ അവസ്ഥകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സിംഹക്കൂട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ. പക്ഷെ ദൈവം അവിടെ എന്തോ നടക്കുന്നത്? ദൈവം അവിടെ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്, ഒരു പർപ്പസ് ആണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, ഒരു റെവലേഷൻ ആണ് ദൈവം നമുക്ക് തരുന്നത്. അവിടെ റെവലേഷൻ എന്തോ വരുന്നത്? ഡാനിയേൽ അവിടെ മനസ്സിലാക്കണം, ഗോഡ് ഇസ് നോട്ട് ജസ്റ്റ് എ ജഡ്ജ്. ദൈവം ഒരു ന്യായാധിപൻ മാത്രമല്ല, പക്ഷെ ദൈവം ഒരു രക്ഷിതാവ് കൂടെയാണ്. ദൈവം ഒരു ഡെലിവറർ, ഒരു വീണ്ടെടുക്കുന്ന ഒരു ദൈവം കൂടെയാണ്. Amen. Hallelujah. ആ സിംഹക്കൂട്ടിൽ ഇരിക്കുമ്പോൾ, Amen. Hallelujah, അവിടുന്ന് ഇറങ്ങുമ്പോൾ, Hallelujah, ഇന്ന് ദൈവം ഒരു ന്യായാധിപൻ മാത്രമല്ല. Yes, he is a judge. He is a judge, but he is also a savior. Amen. Hallelujah. വിശ്വസിക്കുന്നവരും സ്തോത്രം പറയട്ടെ. Amen. Hallelujah. He is a deliverer. Amen. Hallelujah. Thank you, Pastor. തെറ്റിച്ച് ആ വാക്യത്തിലേക്ക് പോയ മാറാൻ അദ്ദേഹത്തിന് തന്നെ വരാം. Amen. Hallelujah. Thank you, Master of Jesus and Lord. We praise you, Lord. നേരത്തെ വായിച്ച വാക്യങ്ങൾ 11 വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവെ, 30 ദിവസത്തേക്ക് തിന്മേനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിയില്ലയോ എന്ന് ചോദിച്ചു. Then these men assembled and found Daniel praying and making supplication before his God. And they went before the king and spoke concerning the king's decree. Have you not signed a decree that every one who petitions and any god or man within 30 days, except you, O king, shall be cast into the den of lions? Hallelujah. Den of lions. Hallelujah. Abba avade aa janagale endu aa rajaavinte thonu parayada ivide avade kandu Daniel aarodana devathinodu Yehovayodu yachikkanu devathinodu prarthikkunnu abba aa oru decree undu avade command undu. Amen. Hallelujah. avade oru niyamam undu. ആരെങ്കിലും വേറെ യഹോവയെ വേറെ ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ, അവരോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ അവരെ ഈ സിംഹക്കൂട്ടിലേക്ക് ഇടുന്നുള്ള ഒരു ഡിഗ്രി ഉണ്ട്, ഒരു കമാൻഡ് ഉണ്ട്. Amen. Hallelujah. Thank you, Lord Jesus, Lord. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ ദാനിയേലിന്റെ പുസ്തകം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുക. Amen. Hallelujah. നമുക്കറിയാം ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. The laws of the land is changing. Amen. Hallelujah. ഇവിടെയും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് ഒരു സുവിശേഷം പങ്കുവെക്കണമെന്ന് ചിലപ്പോൾ നമ്മൾ അത് ജയിലിലേക്ക് പോയിരിക്കും. We can be imprisoned. Amen. Hallelujah. ഇവിടെയും ഈ ലോസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അന്ന് അതോടുകൂടെ പറഞ്ഞാൽ ദൈവം നോക്കുന്നത് നിങ്ങളും നിങ്ങളും അവരുടെ ഡാനിയേലിനെയാണ് നോക്കുന്നത്. ലോസ് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ദൈവത്തിന്റെ വചനം മാറത്തില്ല. The word of the Lord never changes. Amen. Hallelujah. The word of the Lord never changes. Amen. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ പെർസിക്യൂഷനിൽ കൂടെ എല്ലാം പോകുന്നത് നമുക്കറിയാം. Amen. Hallelujah. Hallelujah. We praise you, Lord Jesus, Lord. അനേക മെസ്സേജസ് ഓരോ ദിവസവും വരുന്നുണ്ട്. ഇന്ന പാസ്റ്റർ ജയിലായി, ഇന്ന ഇവാഞ്ചലിസ്റ്റ് ജയിലായി. Amen. Hallelujah. പെർസിക്യൂഷൻ മിനിസ്ട്രി അവർ നോക്കുന്നുണ്ട്. Amen. Hallelujah. Hallelujah. Thank you, Lord Jesus, Lord. അങ്ങനെ ചെറിയ ഗ്രൂപ്പ് കാറ്റഗറി പ്രവർത്തിക്കുന്നുണ്ട്. Amen. Hallelujah. Thank you. But the grace of God ഞാൻ നമ്മളൊരു ഭാഗമാണ്. Amen. Hallelujah. How we can help in prayer, in supporting in finances. അപ്പോൾ അതിലെല്ലാം ദൈവം നമ്മളൊരു ഭാഗത്ത് ആയാലും Hallelujah. We know what is happening in North India. Amen. Hallelujah. അപ്പോൾ ഈ ലോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മാറിക്കൊണ്ടിരിക്കും, നമുക്കറിയില്ല. I don't know about it. പക്ഷേ ഒറ്റ കാര്യം ദൈവം നോക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളും എനിക്കും. God is looking at the Daniel in you and me. Amen. Hallelujah. The law of the land ആണ്. അവിടെ ഒരു ഡിഗ്രി ഉണ്ട്, അവിടെ ഒരു ലോ ഉണ്ട്. പക്ഷേ അവിടുത്തെ ആൾക്കാരാണ് അവർ രാജാവിനോട് കൊണ്ടുപോയി പറയുന്നത് ആ സിംഹുള്ളിയുടെ ആ ഒരു ഡിഗ്രി ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുവാൻ. This is what you are supposed to. Amen. Hallelujah.
അതിനവർ രാജസന്നിധിയിൽ രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ തിരുമേനിയെ ആകട്ടെ തിരുമനസ്സുകൊണ്ട് എത്തിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ വെച്ചുവരുന്നു എന്ന് ഉണർത്തിച്ചു. Verse 30. So they answered and said before the king that David, who is one of the captives from Judah, who is one of the captives from Judah, and does not show due regard for you. Appa നമ്മൾ അറിയാം, ഇസ്രായേൽ മക്കളെല്ലാം എന്താണ് അവിടെ ഒരു ബോണ്ടേജിലാണ്, അവിടെ ഒരു ബാബിലോണില് അവർ പിന്നെയും they are born into slavery. അവർ ഒരു ബോണ്ടേജിലാണ്, അടിമത്തത്തിലാണ്. ആ അടിമത്തത്തിൽ ഇരിക്കുന്ന ഒരു ആണ് ദാനിയേൽ. ഹല്ലേലൂയ. അവരെല്ലാം എങ്ങനെയാണ് അടിമത്തത്തിൽ എത്തിയത്? How did they get into bondage? They got into bondage because of their sin. അവർ പാപം ചെയ്ത കാരണമാണ് അവർ തിരിച്ച് അടിമത്തത്തിലേക്ക് എത്തിയത്. അവരുടെ consequences of sin ആണ് അവർ ബാബിലോണിൽ ഇരിക്കുന്നത്. പക്ഷെ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് ദാനിയേൽ ചെയ്ത പാപം കാരണമല്ല ദാനിയേൽ അവിടെ ഇരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് ആ അടിമത്തത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടത്തിലെ ഒരു ആളാണ് ദാനിയേൽ. ഹല്ലേലൂയ. അവർ പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി, യഹോവയിൽ നിന്ന് മാറിപ്പോയി. They moved away from Jehovah, and that is why they are in this captivity. Amen. Hallelujah. നമുക്ക് എല്ലാവർക്കും അറിയാം പാപത്തിന് ഒരു consequence ഉണ്ട്. The sin has a consequence. Amen. Hallelujah. അത് നമ്മളെ എപ്പോഴും എന്താണ് അടിമത്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. It takes us to bondage. Every sin takes us to bondage. എല്ലാ പാപം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അടിമത്തത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ദാവീദ് എന്താണ് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. Amen. Hallelujah. ആ അടിമത്ത എല്ലാവരും ആ പാപം ചെയ്ത കാരണം ആ ബാബിലോണിൽ ഇരിക്കുമ്പോൾ ദൈവം നോക്കിയത് ആരെയാണ്? ഒരു ദാനിയേലിനെയാണ് നോക്കിയത്. ആ അടിമത്തത്തിന്റെ കൂട്ടത്തില് in that people who were living in bondage, God chose a Daniel out of them. Amen. Hallelujah. ആ പാപത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ദൈവം ഒരു ദാനിയേലിനെ എടുത്തു. ആ ദാനിയേൽ എന്താണ് അവരുടെ പറഞ്ഞ ആ കൂട്ടത്തില് ആ അടിമത്തത്തിലുള്ള കൂട്ടത്തില് Amen. Hallelujah. അവരെല്ലാം അവർ യഹോവയെ മറന്നുപോയി. അവരുടെ നന്മ മറന്നു, ദൈവം ചെയ്ത നന്മകൾ മറന്നുപോയി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയ ജനമാണ്. They all got the blessings of the Lord. They got everything. They have forgotten everything. അവരുടെ യഹോവയുടെ ഫോക്കസ് മാറിപ്പോയി. ആ ഫോക്കസ് മാറിപ്പോയ അടിമത്തത്തിന്റെ കൂട്ടത്തിൽ നിന്ന് Amen. ഒരു ആൾ ഇപ്പോഴും ഉണ്ട്. ആരാണ്? യഹോവയെ വിളിക്കുന്നവരാണ്. Amen. നമ്മൾ ഓർമ്മിക്കുക, നമുക്ക് എപ്പോഴും ഒരു we have a crowd mentality. ജനം എന്നോട് ഒന്ന് അങ്ങനെ വരും. പക്ഷെ ആ ഡാനിയേൽ ആ ക്രൗഡ് മെന്റാലിറ്റിയിലെ ആളല്ല. ജനം എന്ന് പറയുന്നു അതുപോലെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുടെ പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് വലിയ മാറ്റം ചെയ്യുന്ന കാര്യമാണ്. ഒരു 100 പേര് 70 പേര് പറയാൻ ഇങ്ങനെ ചെയ്ത് നമ്മളും ശരിയെന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അതല്ല ഡാനിയേൽ ചെയ്തത്. ഡാനിയേൽ ആ ഡിഗ്രീനെ ഓർത്തില്ല, ആ രാജാവ് കൊടുത്ത ഒരു ലോനെ ഓർത്തില്ല, ആ സ്വന്തം ജനങ്ങൾ ആരെയാണ് സേവിക്കുന്നത് അത് ഓർത്തില്ല, സ്വന്തം ജനം പാപത്തിൽ ജീവിക്കുക അതൊന്നും ഓർത്തില്ല. പക്ഷെ അവിടെ ദാനിയേൽ ഒരാളെ എത്തിച്ചു. One person. God is looking at that Daniel. Hallelujah. ആ ഒരു ദാനിയേലിനെയാണ് ദൈവം നോക്കുന്നത്. Hallelujah. അവരെല്ലാവരും രാജാവിനകത്ത് പോയി ഈ ആ വാക്യം രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമനസ്സുകൊണ്ട് എത്തിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ വെച്ചുവരുന്നു എന്ന് ഉണർത്തിച്ചു. That Daniel, who is one of the captives from Judah, does not show due regard for you, O king, for the decree that you have signed, but makes his petition 3 times a day. Amen. Makes his petition 3 times a day. Amen. 3 നേരം ആര്? ക്യാപ്റ്റനിൽ ഇരിക്കുന്ന ദാനിയേൽ, ആ ജൂഡ ഗോത്ര യഹൂദ ഗോത്രത്തിന്റെ the tribe of Judah, ക്യാപ്റ്റനിൽ ഇരിക്കുന്ന ആ ഗോത്രത്തിന്റെ ജനം അവർ ആരിലേക്കാണ് പെറ്റീഷൻ കൊടുക്കുന്നത്? ആരിലേക്കാണ് ആശ്രയം വെക്കുന്നത്? യഹോവയിലേക്ക്. അത് 1 നേരം മാത്രമല്ല 3 നേരം തന്നെ വെക്കുന്നു. ആ പാപത്തിന് ചുറ്റും ജീവിക്കുന്ന സ്വന്തം ജനങ്ങൾ അതിന്റെ ഇടയിൽ എന്നോട് ദാനിയേൽ ആരിലേക്ക് ആശ്രയിക്കുന്നത്? ആരിലേക്ക് വിളിക്കുന്നു? ഈസ് കോളിംഗ് അണ്ടർ യഹോവ. ഇന്ന് നമ്മൾ ആ ദാനിയേലിന്റെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാം ചുറ്റും നടക്കുന്ന കാര്യം. Am I calling unto the Lord? Amen. Hallelujah.
ഞാൻ ആ ധാന്യങ്ങളെ മാറി ആ യഹോവയിലേക്ക് ആ യേശുവിലേക്ക് ഞാൻ എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. Amen. ഞാൻ ഈ ജനങ്ങളുടെ on behalf of my people. Amen. Hallelujah. Hallelujah. അതോ ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി മാത്രമാണ് ഞാൻ പോകുന്നത്? അതോ am I crying unto the Lord? ഞാൻ എൻ്റെ യഹോവയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. Am I crying unto the Lord on behalf? ദൈവം എന്താ യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പക്ഷാഭേദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? Am I interceding for my people? ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷാഭേദം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Amen. Hallelujah. അതോ ഞാൻ എൻ്റെ ഈ നമ്മൾ നേരത്തെ കഥപക്ഷത്തിൽ വായിച്ചോടെ അവരെല്ലാം ആത്മീയ ആഹാരം കഴിച്ചു, ആത്മീയ ജനം കുറിച്ചു. We all had the same thing. നമ്മളെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Am I praying unto the Lord for the people outside? ആ പുറത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ടായി കുത്തിയിരിക്കുന്നുണ്ടോ? Amen. Hallelujah. Am I praying unto the Lord? Amen. Hallelujah. ഇല്ലെങ്കിൽ still it is okay. പക്ഷെ ദൈവം നിന്ന് നോക്കിയത് ഒരു ഡാനിയേൽ എഴുന്നേറ്റ് വരാൻ പറ്റില്ല. ഒരു ഡാനിയേൽ to rise up from their grave. Amen. സീരിയസ് ആയിട്ടിരിക്കാനല്ല. Amen. Hallelujah. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഡാനിയേൽ വരണമെന്നാണ്. Amen. Hallelujah. Thank you Lord Jesus. We praise you Lord Jesus. Lord, എൻ്റെ ജനം എങ്ങനെ പോയാലും hallelujah. But I am going to pray Lord. ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവേ. Hallelujah. ഞാൻ ഇത്ര നാൾ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ it's okay, but I am going to do this. Amen. Hallelujah. We praise you. We give you glory Lord Jesus Lord. We praise you Lord Jesus Lord. Thank you Master Lord. രാജാവിനെ ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിക്കാൻ സൂര്യൻ അസ്തമിക്കുമ്പോഴും പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടെന്ന് രാജാവ് ഒഴിപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേഘയുടെ പാർശ്വയുടെ നിയമം എന്ന് ബോധ്യമായിരിക്കണം. ഇപ്പോഴത്തെ കാലം പോലെ തന്നെ എനിക്ക് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ ആ നിയമം പാലിച്ചേ മതിയാവുള്ളൂ. ആ രാജാവായ നിയമം പാലിച്ചേ മതിയാവുള്ളൂ. രാജാവ് ഭയങ്കര സമയം വന്നുപോയി, പക്ഷെ ഈ കണ്ടു രാജാവിന്റെ സ്വന്തം ഡിഗ്രിയാണ്, സ്വന്തം കമാൻഡാണ്, സ്വന്തം ലോ ആണ്. ഈ ലോകത്തും എല്ലാത്തും പലർക്കും ഓരോ ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Hallelujah. Thank you Lord Jesus Lord. We praise you Lord. നമുക്ക് കാണാൻ ചുറ്റും നമുക്ക് ഓരോ ലോസ് കാണാൻ സാധിക്കും. Amen. Hallelujah. അതൊന്നും അവർക്ക് അത് പാലിച്ചേ പറ്റുന്നുള്ളൂ. പക്ഷെ എന്റെ പ്രാർത്ഥന എന്റെ ദാനിയേലിന് കിട്ടിയ ആ ഒരു വെളിപ്പാട് revelation. Amen. Hallelujah. ആ ഒരു വെളിപ്പാടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആഗ്രഹിക്കട്ടെ. Amen. Hallelujah. ലോസ് ഉണ്ട്, പക്ഷെ ഏറ്റവും വലിയ ലോ, ഏറ്റവും വലിയ പുസ്തകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ സത്യം നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു ബോണ്ടേജിങ് ഫ്രീഡത്തിലേക്ക് വരാനുള്ള ഒരു പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിലേക്കാണ് എന്റെ ആശ്രയമുള്ളത്. അത് ലോകത്തിന്റെ നിയമത്തിലേക്കാണ് ആശ്രയിക്കുന്നത്, ലോകത്തിന്റെ ഭയത്തിലേക്കാണ് ഞാൻ ആശ്രയിക്കുന്നത്. Am I fearful? Amen. Hallelujah. Hallelujah. Thank you Lord Jesus Lord. നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ ലോ പറഞ്ഞാൽ മനുഷ്യരെ പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്, നമ്മൾ മക്കളെ പേടിപ്പിക്കുക. Hallelujah. If you don't do this, God will punish you. If you don't do this, God will punish you. ദൈവം നിന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞവര് ഭയമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ ദൈവം ഒരു ന്യായാധിപൻ മാത്രമല്ല, ദൈവം ഒരു രക്ഷിതാവ് കൂടെയാണ്. He is a savior. He is a deliverer. Amen. Hallelujah. ആ ദൈവം വീണ്ടെടുക്കുന്ന ഒരു ദൈവം കൂടെയാണ്. Amen. Hallelujah. നമ്മൾ അതെപ്പോഴും പറഞ്ഞു കൊടുക്കണം. Amen. Hallelujah. നമ്മൾ ഇടവി വീഴുന്നിരിക്കും, പക്ഷെ God is the judge. Yes, I agree. അതിലൊരു മാറ്റമില്ല. ദൈവം ഒരു ന്യായാധിപൻ തന്നെയാണ്, പക്ഷെ ദൈവം എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം തന്നെയാണ്. ദൈവം എന്നെ ഓവർകമേഴ്സ് ആക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. എന്റെ അഭാവിതാവ്. Amen. Hallelujah. ഒന്നെങ്കിലും വിളിച്ചാൽ മാത്രം മതി. പത്രോസ് വിളിച്ച പോലെ യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ദൈവം നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരു ദൈവമാണ്. He is going to change from your fear to a position where you know that you are secure in the Lord. From fear to a security. ആ ഒരു ഭയത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു സെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. Amen. Hallelujah. Thank you Lord Jesus Lord. സന്തോഷത്തോടെ സ്വന്തം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ മാത്രം പറഞ്ഞാൽ മതി. Amen. Hallelujah. Does not matter. My God is still a good God. My God is still a good God. Amen. Hallelujah. Thank you Lord Jesus Lord. ദാനിയേൽ ദിവസം 5-ാം അധ്യായം. Hallelujah. 14-ാമത്തെ വാക്യം.
Amen. ഗൂഢാർത്ഥവാക്യ പ്രദർശനവും അപ്പോൾ ദാനിയേലിനെ കുറിച്ച് പറയുന്നത് ദാനിയേൽ is a man excellent ആത്മാവ് അല്ലേ? ഒരു excellent മലയാളത്തിലേക്ക് പറയുന്നത് ഒരു excellent spirit എന്നാണ് പറയുന്നത്. As well as an excellent spirit, knowledge, understanding, interpreting dreams, solving the riddles and explaining enigmas were found in this Daniel. അപ്പോൾ ഡാനിയേലിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഇത് മൊത്തം വായിക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സോളമൻ ആയി കമ്പയർ ചെയ്യാൻ സാധിക്കും. He is a person with an excellent spirit. എന്താണ് excellent spirit? Knowledge, understanding and understanding. Solomon pole, amen, hallelujah. Interpreting dreams, Joseph pole, amen, hallelujah. Thank you, Lord. Excellent at solving riddles and explaining enigmas were found in this Daniel. Daniel is a mixture of നമുക്ക് വായിച്ച ഓരോ ക്യാരക്ടറിന്റെ ഒരു മിക്സ്ചർ എക്സലൻസ് ദാവീദിനെ പോലെ നോക്കാൻ പറ്റും. നോളജ് പറയുമ്പോൾ സൊളോമോനെ പറ്റി നോക്കാൻ സൊളോമോനെ പറ്റി ചിന്തിക്കാൻ പറ്റും. We can think of Solomon and then interpreting dreams. നമുക്ക് ജോസഫിനെ കുറിച്ച് പറയാൻ പറ്റും. ഇത് എല്ലാം കൂടിയതായിരുന്നു ഡാനിയൽ. അത്രയും അമേസിംഗ് ഒരു പേഴ്സൺ ആണ്. ആ അമേസിംഗ് പേഴ്സൺ ആണ് എവിടെയാണ് ഇരിക്കുന്നത്? സിംഹക്കൂട്ടിലാണ് ഇരിക്കുന്നത്. എവിടെ ഇന്ന് lions. Amen. Hallelujah. Hallelujah. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എടുക്കുന്നത് ഡാനിയലിനെ കുറിച്ച് അറിയുന്നു. ഡാനിയൽ സിംഹക്കൂട്ടിൽ പോയതെന്നാണ്. അവർ ഇസ്രായേൽ മക്കൾ ബോണ്ടേജിലാണ്. അവർ പാപം കാരണം അവർ അടിമത്തത്തിലേക്ക് എത്തി. ഡാനിയൽ അവിടെ എത്തിയതെന്നാണ് പാപം ചെയ്തിട്ടാണോ? ദൈവത്തെ സേവിക്കണം. അപ്പൊ എല്ലാ കാര്യം നമ്മൾ എല്ലാ എപ്പോഴും എന്താണ് നമുക്ക് ഓരോ സിംഹക്കൂട്ടിന്റെ അവസ്ഥ വരുമ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ട് നമ്മൾ പാപം ചെയ്യുന്നതാണ്. No, it might not be. You might be innocent. അതിലേക്ക് വരിക. പക്ഷേ you can still be in നമുക്ക് നമ്മൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ സിംഹക്കൂട്ടിന്റെ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നു. Amen. Hallelujah. Hallelujah. തിരിച്ചാറാമത്തെ അധ്യായത്തിലേക്ക് വരാം. Amen. Hallelujah. Let's come to 6. Amen. Hallelujah. Thank you, Lord. അവർ ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. Amen. Hallelujah. Thank you, Lord. Thank you, Lord. Daniel's faithfulness. Because of Daniel's faithfulness, Daniel's വിശ്വസ്തനാണ്. Daniel അവിടെ എത്തി സിംഹക്കൂട്ടിലേക്ക്. നമ്മളെപ്പോഴും നമ്മുടെ വിശ്വസ്ത കാരണം നമ്മൾ വെച്ചടി മാത്രമേ ഉള്ളൂ. പക്ഷെ ദാനിയേലിന്റെ വിശ്വസ്ത എങ്ങോട്ട് പോയി? സിംഹക്കൂട്ടിലേക്കാണ് കൊണ്ടുപോയത്. സിംഹക്കൂട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എന്നോട് ദാനിയേൽ എന്നോട് he spent സിംഹക്കൂട്ടിലെ അവസ്ഥ അത്ര നല്ലൊരു അവസ്ഥയൊന്നുമല്ല അല്ലേ? നമ്മൾ വായിക്കുമ്പോൾ സിംഹക്കൂട്ടിലെ അവസ്ഥ നോക്കിയ സിംഹക്കൂട്ടിൽ നമ്മൾ വായിച്ചു നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ ഒരു നിമിഷം നമ്മുടെ അവസ്ഥ നമ്മൾ ആ സിംഹക്കൂട്ടിൽ ഇരിക്കുന്ന അവസ്ഥ ഭയം, loneliness, darkness, fear. നമ്മുടെ സിംഹക്കൂട്ടം ഒന്ന് മാറ്റി ചിലപ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് ആരെ വിളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ആരോടും I cannot share my feelings to anybody. I can't share my fear to anybody. എന്റെ ഭയം ആരോടും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ, തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ, മരണം അടുത്ത് കാണുന്ന ഒരു അവസ്ഥ, എല്ലാം കാണുന്ന ഒരു അവസ്ഥയിലാണ് ദാനിയേൽ അവിടെ ഇരുന്നത്. എന്തുകൊണ്ട്? ദാനിയേൽ വിശ്വസ്തനാണ്. കൂടെ യഹൂദ ഗോത്രത്തിലെ ആൾക്കാരെ ക്യാപ്റ്റീവ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? പാപം കാരണമാണ്. They were in captivity because of sin. ദാനിയേൽ വിശ്വസ്ത കാരണം ദാനിയേൽ അവിടെ എത്തി സിംഹക്കൂട്ടിലേക്ക്. He was in the den of lions. Hallelujah. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കരുതി. So the king gave the command and they brought Daniel and cast him into the den of lions. But the king spoke to them. അപ്പോൾ
പല ചോദ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഉത്തരമില്ല. എന്റെ കൂടെയുള്ളത് എല്ലാവരും അവരെല്ലാം പാപം ചെയ്തു, അവരെല്ലാം അടിമത്തത്തിൽ ആണ്. പക്ഷെ അവരിരിക്കുന്ന സിംഹക്കൂട്ടിലല്ല, അവരിരിക്കുന്ന സിംഹക്കൂട്ടിലല്ല. പക്ഷെ ഞാൻ ദൈവത്തിനോട് വിശ്വസ്തത കാണിച്ചു. ഞാൻ ദൈവത്തിനോട് എന്റെ ക്ലോസ് ടു ദ ലോർഡ്, ഞാൻ ദൈവമായിട്ട് അടുപ്പോട്ടാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഞാൻ എല്ലാം ചെയ്ത ആളാണ്. പക്ഷെ ഞാൻ അവിടെ എത്തി, ഞാൻ സിംഹക്കൂട്ടിലേക്ക് എത്തിയില്ല. പല ചോദ്യങ്ങളുണ്ട്. ദാനിയേൽ പോലെ ഓരോ ഫീലിംഗ്സിനും ദാനിയേലിന് ഉത്തരമില്ല. ചോദ്യത്തിന് ഉത്തരമില്ല, ഫീലിംഗ്സിന് ഉത്തരമില്ല. ഒന്നിനും ഈ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത് എവിടെ ഇങ്ങനെ ഏറ്റവും അടിത്തട്ട്. He was at the bottom. He was at the bottom. ഏറ്റവും അടിത്തട്ടാണ്, ഏറ്റവും അടിത്തട്ടാണ്. ഇത് നമുക്ക് എത്തിയപ്പോൾ അവർ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. Amen. And when he came to the den, he cried out. എന്തോ ചെയ്ത് രാജാവ് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസൻ അവൻ ദുഃഖ ശബ്ദത്തോടെ പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞത് and when he came to the den, he cried out. He cried out. Cried out എന്തോ പറയുന്നത്? Daniel, servant of the living God. Cried out. എന്തുകൊണ്ടാണ് cried out? എന്തുകൊണ്ടാണ് ദാനിയേൽ എവിടെ ഇരിക്കുന്നത്? ആ ഗേറ്റിന്റെ അവിടെ ഇരിക്കുന്നത്. ഒന്നാമത് ചോദിക്കാൻ ദാനിയേൽ എങ്ങനെയുണ്ടെന്നല്ല, ദാനിയേൽ ഏറ്റവും അടിത്തട്ട്. He is at the bottom. അവിടെ വരെ അക്ഷയത്തരങ്ങൾ എന്താണ്? ഉറക്കെ ശബ്ദം പോണം. ഉറക്കെ ശബ്ദം അവിടെ ഡാനിയേൽ എന്തോ പറയാം, ഡാനിയേൽ servant of the living God. Servant of the living God. Has your God? ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ രാജാവിന് ഡാനിയേലിനെ കാണാൻ പറ്റുന്ന അടിത്തട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, has the servant of the living God, has your God whom you serve continually been able to deliver you from the lions? Amen. Amen. ജീവനുള്ള ദൈവത്തിനെ സേവിക്കുന്ന ദാനിയേൽ. Amen. നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കാൻ പറ്റിയിട്ടുണ്ടോ? Has he been able to deliver you? Has he been able to deliver you? Amen. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല, ഞാൻ എപ്പോഴും I love to read Bible verses. ഞാൻ ഭവനത്തിൽ ഇവിടെ ആയാലും ഞാൻ വായിക്കുമ്പോൾ ഈ ക്രൈയോട് ഞാൻ ക്രൈയോടിനെ വായിക്കുന്നത്. I need that feeling. എനിക്ക് ആ ഒരു ഇമോഷൻ ഇവിടെ തന്നെ പാടുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് I feel sad that nobody is shouting. He cried out. വേറൊരു വേർഷൻ പറയുന്നത്, നീ സേവിക്കുന്ന ദൈവം, നിന്റെ നല്ല കാലത്തിലൊക്കെ ഇരുന്ന ദൈവം, He is the God who was with you all the good times. ആ ദൈവം നിന്നെ വിടുവിക്കാൻ പറ്റിയിട്ടുണ്ടോ? Amen. നമ്മൾ നല്ല കാലത്തിൽ ഇരിക്കുമ്പോൾ, when we are in the good times, നമ്മുടെ കൂടെ നമ്മുടെ ദൈവം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ആ ദൈവം ഇപ്പൊ ഞാൻ സിംഹക്കൂട്ടിൽ ഇരിക്കുന്ന അവസ്ഥയില് ആരോടും എന്റെ ചിന്തകൾ
Amen. Hallelujah. Hallelujah. അതേ രാജാവാണ് ദാനിയേലിനോട് പറഞ്ഞത്, നീ സേവിക്കുന്ന ദൈവം. Amen. Hallelujah. നീ സേവിക്കുന്ന ദൈവം. Hallelujah. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ, the servant of the living God. Amen. Has he been able to deliver you? Amen. Hallelujah. Has he been able to deliver you? Amen. അവൻ നിന്നെ വിടുവിക്കാൻ പറ്റിയിട്ടുണ്ടോ? Amen. Hallelujah. Thank you Lord Jesus. Oh Lord. അവന് താഴെ ഒച്ച വരും. Amen. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒച്ച വരുന്നതാണ്. ദാനിയേൽ പറഞ്ഞത് വലിയ കാര്യം തന്നെ. അത് ഞാൻ ചെറുതാക്കുന്നില്ല. I am not belittling what Daniel said. പക്ഷേ the life that Daniel had. Amen. Hallelujah. അന്തത്തിൽ ഇരിക്കുമ്പോൾ, മരണഭയത്തിരിക്കുമ്പോൾ, Amen. Hallelujah. മരിക്കുന്ന ഉറപ്പുണ്ട് എല്ലാവർക്കും. Amen. Hallelujah. സിംഹക്കൂട്ടിലിരിക്കുമ്പോൾ നമ്മൾ നശിച്ചു പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നശിച്ചു പോകുന്ന രാവിലെ നമ്മൾ കേൾക്കാനുള്ള വാർത്തകൾ ദാനിയേലിന്റെ ഒരു ശരീരത്തിൽ ഒരു ഭാഗം പോലും കിട്ടിയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം വരും. I have life. Amen. Hallelujah. I have life. Amen. Hallelujah. Hallelujah. Thank you Lord. That is the biggest testimony. Amen. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യമുള്ളത്. Amen. Hallelujah. ദാനിയേലിനോട് സംസാരിക്കുന്നത് നമുക്ക് അതിലേക്ക് വരാം. Amen. Hallelujah. Hallelujah. Thank you Lord Jesus. We praise you Lord. Wait. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. അവരുടെ വായ അടച്ചു കളഞ്ഞു. Amen. Hallelujah. Thank you Lord. Thank you Lord Jesus. Wait. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. Amen. Hallelujah. Thank you Lord. Thank you Master Lord. That is so good. And then Daniel said to the king, O king, live forever. My God sent his angels and shut the lion's mouth so that they have not hurt me, because I was found innocent. Pardon, I was found innocent. അത് മലയാളത്തിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ഓക്കേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. അവിടെ പുറത്ത് യഹൂദ ഗോത്രമെല്ലാം അവിടെ അടിമത്തത്തിലാണ്. എന്തുകൊണ്ട്? പാപം ചെയ്തത്. പക്ഷേ ദാനിയേൽ സിംഹക്കൂട്ടിലിരിക്കുന്ന എന്താണ് പറഞ്ഞ? I am innocent. നമ്മുടെ പാപം കാരണം മാത്രമല്ല നമ്മൾ ചിലപ്പോൾ സിംഹക്കൂട്ടിലെത്തുന്നത്. നമ്മൾക്ക് ദൈവത്തിന്റെ ഒരു purpose ഉണ്ട്. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ചില സമയത്ത് നമ്മളും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ we have to be there in the den of lions. ആ സിംഹക്കൂട്ടിലെത്തുന്നത്. ഇവൻ വായിച്ചു ഒരിക്കലും കൂടെ 21 വായിച്ചു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. അവരുടെ വായ അടച്ചു കളഞ്ഞു. Amen. Hallelujah. നമ്മുടെ ആദ്യത്തെ ദാനിയേൽ, O king, live forever എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ആശ്വാസമാണ്. ദാനിയേൽ ജീവിച്ചിരിപ്പുണ്ട്. Amen. Hallelujah. ചിലപ്പോൾ നമ്മൾ സിംഹക്കൂട്ടിലായിരിക്കും ഇപ്പോഴേ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നമുക്ക് നമ്മുടെ ചുറ്റും പലർക്കും പല സിംഹക്കൂട്ടങ്ങളാണ്. People have different den of lions, different situations, different circumstances. സാഹചര്യങ്ങൾ ഏറ്റവും വേറെ ആയിരിക്കും. Amen. Hallelujah. എല്ലാവർക്കും ഒരേ അവസ്ഥ എല്ലാ സിംഹക്കൂട്ടില് പല അവസ്ഥകളിൽ കൂടെ ആയിരിക്കും നമ്മൾ സിംഹക്കൂട്ടിൽ പോകുന്നത്. പക്ഷെ ദൈവം ഇന്ന് നിങ്ങൾക്ക് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ, if God has given you breath, if God has given you a life, Amen. Hallelujah. അത് ഇപ്പോൾ തന്നെ അത് ആ യഹോവേ ആ യേശുവിനെ ഒന്ന് സ്തുതിക്കാൻ നമുക്ക് പറ്റണം. Amen. Hallelujah. ഏത് സിംഹക്കൂട്ടിലാണെങ്കിലും ഏത് den of lions-ലാണെങ്കിലും നിങ്ങൾക്ക് ശ്വാസം ഉണ്ടെങ്കിൽ ആ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. Amen. Hallelujah. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യമുള്ളത്. അതാണ് ഏറ്റവും വലിയ ടെസ്റ്റിംഗ് ഉള്ളത്. ദൈവം എനിക്ക് ആ സിംഹക്കൂട്ടിൽ ആക്കി, പക്ഷെ ദൈവം എനിക്ക് ശ്വാസം തന്നിട്ടുണ്ട്. Amen. Hallelujah. ദൈവം എന്നെ അവിടെ നശിപ്പിച്ച് കളഞ്ഞില്ല. ദൈവം എന്നെ അവിടെ തീർത്ത് കളഞ്ഞില്ല. പക്ഷെ ദൈവം എനിക്ക് ഒരു ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്. It is to praise the Lord. It is to sing glory to the Lord. It is to worship the Lord. Amen. Hallelujah. അതിനാണ് ശ്വാസം തന്നത്. Amen. Hallelujah. ആ ദാനിയേൽ, Amen. Hallelujah. ആ രാജാവ് അവിടെ ചോദിക്കുന്നില്ല, ആ ദൈവം നീ സേവിക്കുന്ന ദൈവം. Amen. Hallelujah. നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ യഹോവയെ വിളിക്കുന്ന ആൾക്കാര്, നിങ്ങൾ മാർഗത്തിൽ പോകുന്ന ആൾക്കാര്, Amen. Hallelujah. You are all
Hallelujah. Hallelujah. നമ്മുടെ സാഹചര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. Hallelujah. പക്ഷേ ആ യഹോവയെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്. Hallelujah. Thank you, Lord. We praise you, Lord Jesus. We give you glory, Lord Jesus, oh Lord. Hallelujah. Thank you, Lord. Thank you, Lord Jesus, oh Lord. We praise you, Lord Jesus, oh Lord. ഒന്നുകൂടെ വായിക്കാം. Amen. Amen. കുറ്റമില്ലാതെ. Amen. Hallelujah. Thank you, Lord. I am innocent. Amen. Hallelujah. I am innocent. Amen. Hallelujah. Thank you, Lord. ഇരുന്നാമത്തെ വാക്യം വായിക്കാം. ഇരുന്നാമത്തെ വാക്യം. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവനെ കൊന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളഞ്ഞു. അവർ കുതിരയുടെ അടിയിൽ അടിത്തട്ടിലാണ് ഇരുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അടിത്തട്ടി പോകാനുള്ള അവസരം പോലും കിട്ടിയില്ല. They never got an opportunity to go down to the pit. ആ അവസാനത്തെ ആ അടിത്തട്ടില് to the pit പോകാനുള്ള അവസരം പോലും അവർക്ക് കിട്ടിയില്ല. അവർ തീർന്നിട്ടു. ആ അടിത്തട്ടിൽ ഇരിക്കുമ്പോഴാണ് ദൈവം ചില വെളിപ്പാടുകൾ നമുക്ക് തരുന്നത്. ദൈവം ചില റെവലേഷൻസ് നമുക്ക് തരുന്നത്. നമ്മളോർക്കും നമ്മൾ അടിത്തട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി എന്റെ അവസ്ഥ ആരോട് ഞാൻ പറയും? എന്റെ അവസ്ഥ ആരോട് ഞാൻ പങ്കുവെക്കും? എന്റെ ഭയങ്ങൾ ഞാൻ ആരോട് പങ്കുവെക്കും? എന്റെ ഫെയിലിയേഴ്സും എല്ലാം ഞാൻ ആരോടാണ് പറയുന്നത്? പക്ഷേ ആ അടിത്തട്ടിൽ ഇരിക്കുമ്പോൾ when you are in the pit, ആ അടിത്തട്ടിൽ ഇരിക്കുമ്പോഴാണ് God gives you revelations. അവിടെ ചില വെളിപ്പാടുകൾ കൊടുക്കുന്നത്. അവിടെയാണ് ദാനിയേൽ മനസ്സിലായത്. ദാനിയേൽ ഇന്നോസെന്റ് ആണ്. ദാനിയേൽ ഇന്നോസെന്റ് ആണ്. ദാനിയേൽ എവിടെയാണ് ഇരിക്കുന്നത്? ആ അടിത്തട്ടിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് മനസ്സിലായത്. ദൈവം ഒരു ന്യായാധിപനാണെങ്കിലും God is a judge. ആ ജഡ്ജ്മെന്റ് കാരണമാണ് എല്ലാം യഹൂദ ഗോത്രം അവിടെ അടിമത്തത്തിൽ ഇരിക്കുന്നത്. They are in bondage. The Judah tribe is in bondage because of sin. പക്ഷെ ആ അടിത്തട്ടിലിരിക്കുമ്പോൾ in that pit ദാനിയേൽ മനസ്സിലാക്കുന്നത് ദൈവം ഒരു ന്യായാധിപൻ മാത്രമല്ല, പക്ഷെ ദൈവം he is a savior also. ഒരു രക്ഷിതാവ് കൂടെയാണ്. എവിടുന്നാണ്? ആ അടിത്തട്ടിനാണ് കിട്ടുന്നത്. ആ അടിത്തട്ടിനാണ് കിട്ടുന്നത്. God is a savior. God is a deliverer. ദൈവം വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണ്. എവിടുന്ന് കിട്ടി? ആ അടിത്തട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. Thank you, Lord Jesus, Lord. ഒരു പക്ഷേ നമ്മൾ ഇരിക്കുമായിരിക്കും അടിത്തട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ people who are in the pit. ഒരു പക്ഷേ ചില ആൾക്കാരുണ്ടെങ്കിൽ അടിത്തട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. It is all okay, no problem, nothing all. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് ഓർത്തോളം ആ വെളിപ്പാടുകൾ ചിലപ്പോൾ ദൈവം നമുക്ക് തന്നിട്ട് വരും. ആ അടിത്തട്ടിൽ പോയ അവസ്ഥകളുണ്ട്. എനിക്ക് പല പ്രാവശ്യം my personal experience, എന്റെ personal experience പറയുന്നത് പലപ്പോഴും പല വെളിപ്പാടുകളും പല ഇലുമിനേഷൻ പല സംസാരിച്ചത് ആ അടിത്തട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. When I am in the pit. ആ അടിത്തട്ടിലിരിക്കുമ്പോൾ ഒരു അവസ്ഥയിലാണ് ദൈവം പലപ്പോഴും സംസാരിച്ചത്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഈ ഒരു വാക്യത്തിൽ ഈ ഒരു ഭാഗത്ത് I can connect with Daniel. ആ അടിത്തട്ടിലിരിക്കുന്ന അവസ്ഥയിൽ ആരോട് I cannot share my feelings. എനിക്ക് എന്റെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാണ് ദൈവത്തിന്റെ I understood God is not just a judge, he is a savior. ദൈവം ഒരു രക്ഷിതാവിനെയാണ്. ദൈവം ഒരു ഡെലിവറർ കൂടെയാണ്. Thank you, Master Lord Jesus, Lord. We praise you, we give you glory, Lord. ആ ദാനിയേൽ ആ അടിത്തട്ടിൽ ഇരിക്കുമ്പോൾ thank you, Lord. മറ്റുള്ളവർക്ക് അക്യൂസ് ചെയ്ത ആൾക്കാർ, മറ്റുള്ള കുറ്റപ്പെടുത്തിയ ആൾക്കാർ നമ്മുടെ ചുറ്റും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഞാനും ഇഷ്ടംപോലെ കേൾക്കുന്ന ആളാണ് കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ആ കുറ്റപ്പെടുത്തിയ ആൾക്കാർ എന്തോ പറഞ്ഞാൽ അവർ ഭാര്യയോട് പോലും മോശം ചെയ്യുക. Lord of accusations come. Hallelujah. പക്ഷേ ആ ഫോട്ടോയിലാണ് നിങ്ങൾ ആവശ്യത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതം ശരിയല്ല. നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. Something is wrong in your spiritual life. നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്.
അവസ്ഥയിലിരിക്കുന്നു. Amen. Hallelujah. God gives a revelation. Amen. Hallelujah. Amen. Hallelujah. നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കാൻ പറ്റുന്നു. Amen. Hallelujah. God has been able to deliver you. Amen. Hallelujah. ദാനിയേൽ എന്നത് ആ ഇരുട്ടിലെ ഒരു അവസ്ഥയാണ്. He was innocent. കുറ്റം ചെയ്യാത്തയാളെ ആ വെളിയിൽ യേശു ശുശ്രൂഷിക്കുന്നു. ഏറ്റവും വെളിച്ചം ഉണ്ടാകേണ്ട സമയത്താണ് ഏറ്റവും It was dark. ഒരു പക്ഷേ ആൾക്കാർക്ക് പറയാം യേശു എന്ന് പറഞ്ഞ I am the light. ഞാൻ വെളിച്ചമാണ്. ഏറ്റവും ഇരുട്ടായ സമയമാണ് വചനം പറയുന്നത്. ആൾക്കാർ പറയാം തെറ്റ് ചെയ്തിട്ടുണ്ട്, യേശു എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്, ഇത്രയും ഇരുട്ട്. That's why it is dark. യേശു എവിടെയോ എന്തൊക്കെയോ പോയിട്ടുണ്ട്, വചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. വെളിച്ചമാണെന്ന് പറയുന്ന ആള് ഇപ്പൊ എന്തുവാണ്? ഇരുട്ടാണ്. It is dark. Living waters will flow. ജീവജലം ഒഴുകുമെന്ന് പറയുന്ന ആള് ഇപ്പൊ ദാഹിക്കുന്നു. He is thirsty. Amen. I feel emotional. I don't know why. ഏറ്റവും പറയാം യേശു എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. യേശു എവിടെയോ he's gone out of his way. ആൾക്കാരെ അവിടെ എല്ലാം കുറ്റപ്പെടുന്ന ആൾക്കാരാണ്. യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് ആ ഓവർകം ചെയ്യാൻ വേണ്ടി ഓവർകം ചെയ്യാൻ വേണ്ടി he went through that phase. ആ ഫേസിലൂടെ പോലെ നിങ്ങളും ഞാനും ഓവർകമേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ആ പിറ്റീന്ന് ആ ഡയറക്റ്റ് ആ ഒരു പുതിയ റിലേഷന് വേണ്ടിയിട്ട് എന്റെ ദൈവം ഒരു ന്യായാധിപൻ ആണ്. എനിക്കറിയാം ന്യായാധിപൻ മാത്രമല്ല ഒരു വീണ്ടെടുക്കുന്ന ഒരു ദൈവം കൂടെയാണ്. ഒരു രക്ഷിതാവ് കൂടെയാണ്. ഈ സങ്കടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറ്റുന്ന ഒരു ദൈവമാണ്. ഞാൻ ഈ അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ ദൈവം എന്നോട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. He wants to speak something to me. He wants to speak something to me. Hallelujah. Thank you, Lord Jesus, oh Lord. Hallelujah. Hallelujah. Thank you, Lord. ഈ അവസ്ഥയിൽ യേശു ആ ക്രൂശിൽ മരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം ദൈവത്തെ ആ വേയിലൊക്കെ മുന്നേ പോകുന്ന ആ ഒരു വൺനെസ്സിലേക്ക് കൊണ്ടുവരുന്ന ഹല്ലേലൂയ. Thank you, Lord Jesus, oh Lord. ആ ഇരുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അത് നിന്നും എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. Hallelujah. It was for you and me. Amen. Hallelujah. Hallelujah. നമ്മൾ ഇരിക്കുമ്പോൾ hallelujah. Thank you, Lord Jesus, oh Lord. നമുക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ. Hallelujah. 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 Thank you, Lord. We praise you, Lord Jesus, oh Lord. We praise you, Lord Jesus. We give you glory, Lord Jesus, oh Lord. Lift him, Lord Jesus.